ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റോറീസ് ഒറ്റ ക്ലിക്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോസ് സെലക്ട് ചെയ്തിട്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എങ്ങനെ ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നുകിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മുകളിൽ സെലക്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണോ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ സെപ്പറേറ്റ് സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ എല്ലാ സ്റ്റോറികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ നിന്ന് ഓരോന്നിൽ ഏതെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ എഡിറ്റ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും എല്ലാം സെറ്റ് ആക്കുക. കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ ഇവിടെ കൊടുക്കാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ആവുന്നതായിരിക്കും. എല്ലാം സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ടായിരിക്കും പോസ്റ്റ് ആവുന്നുണ്ടാവുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഒരൊറ്റ ക്ലിക്കിൽ കുറേ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.